നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽസിലെ പ്രോബ്ലംസാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഏരിയ ആണ്. അപ്പോൾ 3 പ്രോബ്ലം കഴിഞ്ഞ വീഡിയോസിലായിട്ട് ചെയ്തു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, യൂസ് ഡബിൾ ഇൻ്റഗ്രൽ ടു ഫൈൻഡ് ദ ഏരിയ ഓഫ് ദ റീജിയൻ ആർ എൻക്ലോസ്ഡ് ബിറ്റ്വീൻ ദ പരാബോള y = x² 2 ആൻഡ് ദ ലൈൻ y = 2x. അപ്പോൾ ഇവിടെ പരാബോള നേരിട്ട് തന്നേക്കാണ്, y = x². അപ്പോൾ നമ്മുടെ ജനറൽ ഫോർമാറ്റിലുള്ള പരാബോള തന്നെയാണ്. ആൻഡ് ദ ലൈൻ y = 2x. അപ്പോൾ y = 2x² 2 എന്ന് പറയുമ്പോഴത്തേക്കും ഇത് ഏത് രീതിയിലുള്ള പരാബോളയായിരിക്കും? ഇതിനെ x² = 2y എന്ന് എഴുതാമല്ലോ. ഇതിനെ തന്നെ x² = 2y എന്ന് എഴുതാം. x² = 2y വരുമ്പോഴത്തേക്കും പരാബോള ഏത് ഫോമിലായിരിക്കും? y ആക്സിസിലേക്ക്, പോസിറ്റീവ് y ആക്സിസിലേക്ക് ഓപ്പൺ ആയിട്ടുള്ള രീതിയിലുള്ള പരാബോളയായിരിക്കും അത്. ഓക്കെ, ഈ രീതിയിലുള്ള പരാബോളയായിരിക്കും. ഇനി y = 2x എന്ന് പറയുന്ന ലൈൻ എന്താണ്? ദാറ്റ്സ് എ സ്ട്രെയിറ്റ് ലൈനാണ്. ദാറ്റ് പാസസ് ത്രൂ ഒറിജിൻ. ഒറിജിനിൽ കൂടെ പാസ് ചെയ്യുന്ന ഒരു സ്ട്രെയിറ്റ് ലൈനാണ് y = 2x. ഇത് y = 2x. ദെൻ പരാബോള എന്താണ്? പരാബോള y = x² 2. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാർക്ക് ചെയ്തു. അപ്പോൾ നമ്മുടെ ഇതിൽ രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന പോർഷനിൽ ഏരിയയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പോ ഹൊറിസോണ്ടൽ സ്ട്രിപ്പോ കൺസിഡർ ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ വെർട്ടിക്കൽ സ്ട്രിപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഒരു വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. ഓക്കെ, ഇനി ഇതിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ച് ലിമിറ്റ് കണ്ടുപിടിക്കണം. ഈ ഒറിജിൻ 0 0. ഓക്കെ, ഇത് x ആക്സിസ്, y ആക്സിസ്. ഓക്കെ, ഇനി ഇത് ഒറിജിൻ. ഇനി പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ അറിയണമല്ലോ. പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്താ ചെയ്യണേ? നമ്മൾ കഴിഞ്ഞ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ, മുമ്പത്തെ വീഡിയോയിൽ ചെയ്ത പോലെ ഒന്നിന്ന് വേരിയബിൾ കണ്ടുപിടിക്കും. ആ വേരിയബിൾ രണ്ടാമത്തെ ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കുക. y = x² 2 എന്ന് പറയുന്നതിന് ഫസ്റ്റ് ഇക്വേഷൻ എന്ന് കൊടുക്കുക. y = 2x എന്ന് പറയുന്നതിന് സെക്കൻഡ് ഇക്വേഷൻ എന്ന് കൊടുക്കുക. ഇനി ഞാൻ സെക്കൻഡ് ഇക്വേഷൻ y = 2x-ന് ഞാൻ ഫസ്റ്റ് ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ 2 ഇൻ ഇക്വേഷൻ 1. ഇക്വേഷൻ 2-നെ ഇക്വേഷൻ 1-ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇക്വേഷൻ 1 ഏത് ഫോമിൽ വരും? y = x² 2 എന്നാണ് ഇക്വേഷൻ. y = 2x അവിടെ കൊടുക്കണം. 2x = x² 2 എന്ന് വരും. 2x = x² 2. അതായത് ഇതിനെങ്ങനെ എഴുതാം? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ 4x = x² എന്ന് എഴുതാമല്ലോ. 4x = x². ദാറ്റ് ഇംപ്ലൈസ് x² - 4x = 0 എന്ന് എഴുതാമല്ലോ അല്ലേ? ഇതിന് റൈറ്റിലേക്ക് കിട്ടും. ഓക്കെ, x² - 4x = 0. ഇതിനെ ഇനി ഫാക്ടറൈസ് ചെയ്യാമല്ലോ. രണ്ടിലും x കോമൺ ആണ്. സോ x - 4 = 0. x × x - 4 = 0. ദാറ്റ് ഇംപ്ലൈസ് x = 0 ഓർ x = 4 അല്ലേ? ഈ ടൈമിന് 0 ആയിട്ട് കയറ്റിയത് x = 4 കിട്ടും. ഇനി അപ്പോൾ നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടി. എക്സിൻ്റെ 2 വാല്യൂസ് കിട്ടി. ഇനി x 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് y എന്താണ്? x = 4 ആകുമ്പോൾ കറസ്പോണ്ടിങ് y എന്താണ്? അങ്ങനെയാണ് നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കിട്ടാൻ പോകുന്നത്. x = 0. x = 0 ആകുമ്പോൾ കറസ്പോണ്ടിങ് y എന്താണ്? y = 2x എന്നുള്ള ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്താണ്? y = 2 × 0 0 വരും. അപ്പോൾ ദ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഈസ് 0 0 എന്ന് എഴുതാം. ഓക്കെ, x = 4. x = 4 ആകുമ്പോൾ y = 2x തന്നെയാണ് ഇക്വേഷൻ. y = 2x ആകുമ്പോഴത്തേക്കും 4 × 2 8 വരും. ഓക്കെ, അപ്പോൾ അത് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? x കോർഡിനേറ്റ് 4, y കോർഡിനേറ്റ് 8. 4 8 ആയിരിക്കും അവിടുത്തെ സെക്കൻഡ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ. അപ്പോൾ ഫസ്റ്റ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഒറിജിനായ 0 0-യും സെക്കൻഡ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 8 ആയിരിക്കും. അപ്പോൾ ഈ രണ്ടും കൂടെ മീറ്റ് ചെയ്യുന്ന ഈ പോയിൻ്റ് ഏതാണ്? 4 8 ആയിരിക്കും. x കോർഡിനേറ്റ് എന്താണ്? 4-ഉം y കോർഡിനേറ്റ് 8 ആയിരിക്കും അവിടുത്തെ. ഓക്കെ, ഇനി ചെയ്യേണ്ടത് എന്താണ്? അപ്പോൾ x ലിമിറ്റും y ലിമിറ്റും കണ്ടുപിടിക്കാമല്ലോ ഇതിൽ നിന്ന്. അപ്പോൾ ഇതിൽ നമ്മൾ വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തേക്കുന്ന കാരണം ഏരിയയുടെ ഇക്വേഷൻ ഏതായിരിക്കും യൂസ് ചെയ്യേണ്ടത്? വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്ത കാരണം ഏരിയ എന്ന് പറയുന്നത് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r dA എന്ന് പറയുന്നത് എന്തായിരിക്കും? എഴുതാം. ഏരിയ = ഇക്വേഷൻ എഴുതാണ്. ഏരിയ = ഡബിൾ ഇൻ്റഗ്രൽ ഓവർ r dA ആണ്. അതായത് ഡബിൾ ഇൻ്റഗ്രൽ dy dx ആണ് ഞാൻ എടുക്കുന്നത്. കാരണം ഇത് വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്തു. വെർട്ടിക്കൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ y എന്നത് വേരിയബിൾ ലിമിറ്റ് ആക്കണം, x എന്നത് കോൺസ്റ്റന്റ് ലിമിറ്റ് ആക്കണം. ഓക്കെ, അപ്പോൾ yയുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെയാണ് പോകുന്നത്? ഞാനിവിടെ y = എന്ന് എപ്പോഴും എഴുതണം എന്നില്ല. അത് നിങ്ങൾക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് എപ്പോഴും എഴുതുന്നു മാത്രം. ഓക്കെ, അപ്പോൾ y = എത്രയാണ്? dy എന്നാണ് ആദ്യത്തെ ഇൻ്റഗ്രേഷൻ ചെയ്യണത്. അപ്പോൾ yയുടെ ലിമിറ്റ് എവിടം തൊട്ട് എവിടം വരെ? നമ്മുടെ ഗ്രാഫ് നോക്കുക. yയുടെ ലിമിറ്റ്
വെർട്ടിക്കൽ സ്ട്രിപ്പ് മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്കല്ലേ മൂവ് ചെയ്യുന്നത്. വെർട്ടിക്കൽ സ്ട്രിപ്പ് നമുക്ക് വേരിയബിൾ ലിമിറ്റാണ്, അത് പ്രത്യേകം ഓർത്തിട്ട് വേണം വാല്യൂ എഴുതാൻ വേണ്ടിയിട്ട്. അപ്പോൾ 0 എഴുതരുത്. വൈയുടെ ലിമിറ്റ് ആദ്യം ഏത് എഴുതണം, അവിടുത്തെ ലൈൻ, അവിടുത്തെ കർവ് ഏതാണോ, ലോവർ പോർഷനിലെ വാല്യൂ ഏതാണോ അതാണ് അവിടെ എഴുതേണ്ടത്. ലിമിറ്റിൻ്റെ ലോവർ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ എഴുതുന്ന എക്സ് കോർഡിനേറ്റിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ എക്സിൻ്റെ ലിമിറ്റായിട്ട് എഴുതേണ്ടത് ലോവർ പോർഷനിൽ വരുന്ന കർവിൽ എക്സ് എങ്ങനെയാണോ ആ രീതിയിൽ വേണം എഴുതാൻ. ഇവിടുത്തെ ലോവർ പോർഷനിലെ കർവ് എന്ന് പറഞ്ഞാൽ എന്താണ്, y = x²/2 ആണ്. അപ്പോൾ വൈയുടെ ലിമിറ്റ് എന്താണ് എഴുതേണ്ടത്, x²/2. ഓക്കെ, എവിടം തൊട്ട് എവിടം വരെയാണ് y എൻഡ് ചെയ്യുന്ന പോയിൻ്റ് ഏതാണ്, ഈ പോയിന്റിലാണ് y എൻഡ് ചെയ്യുന്നത്. അതായത് നമ്മുടെ റീജിയൻ എന്ന് പറയുന്നത് ഇവിടെയാണ് ലാസ്റ്റ് എൻഡ് ചെയ്യുന്നത്. അവിടെ y കോർഡിനേറ്റ് എന്താണ്, അവിടെ 8 എന്നാണോ എഴുതേണ്ടത്, y കോർഡിനേറ്റ് ഇവിടുത്തെ 8 ആണോ എഴുതേണ്ടത്, അല്ല. പിന്നെയോ അപ്പർ ലിമിറ്റാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. അപ്പർ ലിമിറ്റിൽ അപ്പർ പോർഷനിൽ ഏത് കർവാണ് വന്നേക്കുന്നത്, അപ്പർ പോർഷനിൽ ഏത് കർവാണ് ഇവിടെ കിടക്കുന്നത്, ഈ റീജിയനിൽ അപ്പർ പോർഷനിൽ വന്നേക്കുന്ന കർവ് എന്ന് പറഞ്ഞാൽ y = 2x എന്നുള്ള ലൈനാണ്. അപ്പോൾ ആ y = 2x എന്നുള്ള വാല്യൂ വേണം ഇവിടുത്തെ അപ്പർ ലിമിറ്റായിട്ട് എഴുതാൻ, y = 2x. ഓക്കെ, അപ്പോൾ y = x²/2 to y = 2x എന്നുള്ള രീതിയിൽ വേണം നമ്മൾ ലിമിറ്റ് എഴുതാൻ. ഓക്കെ, ഇപ്പോൾ ലിമിറ്റ് എഴുതാൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ ഡൗട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കാം കേട്ടോ. ഇനി എക്സ് ലിമിറ്റ് എങ്ങനെയാണ് എടുക്കേണ്ടത്, എക്സ് ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്നത് 0യിൽ നിന്നും എവിടെയാണ്, നമ്മുടെ കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. അപ്പോൾ എക്സിൽ നിന്ന് 0യിൽ നിന്ന് 4ലേക്ക് ആണ് എക്സ് ചേഞ്ച് ചെയ്യുന്നത്. ഇവിടുത്തെ കോർഡിനേറ്റ് വാല്യൂ എന്താണ്, 4 ആണ്. അപ്പോൾ x = 0 to 4. അപ്പോൾ നമുക്ക് 2 ലിമിറ്റും കിട്ടി. ഇനി നമുക്ക് ഇൻ്റഗ്രേഷൻ നടത്താമല്ലോ. dy/dx ആണ്. ആദ്യം വിത്ത് റെസ്പെക്ട് ടു y നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 4 വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നത് ഇവിടെ y ആണ്. പിന്നെ 1-നെയല്ല നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് എപ്പോഴും. ഏരിയ എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ കോമൺ പോർഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ dA എന്നാണ് ഇക്വേഷൻ. അവിടെ നമ്മൾ എപ്പോഴും ഫംഗ്ഷൻ എന്തായിട്ടാണ് എടുക്കുന്നത്, അവിടെ 1 ആണ് ഫംഗ്ഷൻ. സോ y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ y എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് എഴുതാം, x²/2, ഇവിടെ അപ്പർ ലിമിറ്റ് 2x. ദെൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. സോ ഇൻ്റഗ്രൽ 0 to 4, അപ്പർ ലിമിറ്റ് ആദ്യം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈയുടെ പ്ലേസിൽ 2x കൊടുക്കുക, y = 2x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ 2x മൈനസ് ദെൻ ലോവർ ലിമിറ്റ് x²/2 dx. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു, അപ്പോൾ എക്സിലുള്ളൊരു ഫംഗ്ഷനായി മൊത്തം നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാമല്ലോ. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2x²/2, ദെൻ അടുത്ത x²/2നെ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ x³/3 എന്നാണ് വരിക. ഇവിടെ ഒരു 2 ഉണ്ട്, അപ്പോൾ 3 × 2 6. ഓക്കെ, ഇനി അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് 0 to 4 കൊടുക്കുക. ദാറ്റ് ഈസ് 2 ക്യാൻസൽ ചെയ്യുക അവിടുത്തെ. അപ്പോൾ 4² എന്ന് വരും, ദാറ്റ് ഈസ് 16 മൈനസ് 4³/6 എന്ന് വരും ഇവിടെ അല്ലേ, 4³/6. ഇനി ലോവർ ലിമിറ്റ് കൊടുത്താൽ 0 തന്നെ. ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മൈനസ്, ഇതിനൊന്ന് കട്ട് ചെയ്ത് കളയാം നമുക്ക് അല്ലേ. 4³ എന്ന് പറയുന്നത് 64 വരും അല്ലേ, 64/6. ഇത് കട്ട് ചെയ്ത് കളയാലോ. 64ഉം എത്ര വെച്ച് കട്ട് ചെയ്യാം, 2 വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ 32/3 എന്ന് വരും അല്ലേ, 32/3 വരും. ഇതിനെ LCM എടുത്തു കഴിഞ്ഞാൽ 16 × 3, ദാറ്റ് ഈസ് 16 × 3 48. 48 മൈനസ് 32 ഓൾ ഡിവൈഡ് ബൈ 3 എന്ന് എഴുതാമല്ലോ. ദാറ്റ് ഈസ് 48 മൈനസ് 32, ദാറ്റ് ഈസ് 6. ഓക്കെ, 16/3.